കഞ്ഞിവെള്ളം. ഉപ്പ് ഇട്ടുണ്ടല്ലോ അല്ലേ? ആ എന്താടി? എന്താ ആരങ്കരയ്ക്ക് കൊടുത്തു നീ? ഇതൊക്കെ വട്ട് പിടിച്ചോ നിനക്ക്? രാധേ, എടീ കാര്യം പറയടി. യേശുദാസോ? ഗന്ധർവൻ. ഗന്ധർവനോ? മനസ്സിലാണ് പറ. നോക്ക്, എനിക്ക് വയ്യന്റെ അമ്മോ. എന്താടാ? മോനെ ശശി, നീ കാര്യം എന്താന്ന് പറ. കാര്യമൊന്നുമില്ല, എനിക്കിപ്പോ പോണം. കാര്യം പിടികിട്ടി. കക്കൂഷി പോണോ? എടാ, അതിനോട് സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ വല്ല തെറിയും പറയൂട്ടോ. പിന്നെ സന്തോഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് പൊട്ടം കടിച്ചതുപോലെ പണി നിർത്തി എഴുന്നേറ്റ് പോവാന്ന് വെച്ചാല് എന്തെങ്കിലും കാരണം വേണ്ടേ? പണിക്കല്ലാന്നും പറഞ്ഞ് വല്ലോടൊന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? അതൊന്നും ആയിരിക്കില്ലേ. അല്ല, അമ്മാവന്റെ അല്ലേ അനന്തവൻ? അതെ, കാശ് വാങ്ങും. പണി ഞങ്ങൾക്ക് സൗകര്യക്കുമ്പോഴാ. എന്തേ, നീ അതൊന്നും പേടിക്കണ്ട കേട്ടോ. ഇത് അതൊന്നുമല്ല. പിന്നെ എനിക്ക് വയ്യ. എന്താ, നിനക്ക് വല്ല സുഖമില്ലായ്മ ഉണ്ടോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ ശശി, 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 എന്നാ നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കും. ഞാൻ തത്തമംഗലത്തിന് പോകും. തത്തമംഗലത്ത് നിന്ന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ അവിടെ ഓടിയിട്ട് എന്താ കാര്യം? എനിക്ക് ഈ പണി വയ്യ. ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ് നീ എടുക്കാൻ പോണത്? അതെ, ആശാരി പണി അത്ര മോശമൊന്നുമല്ല. ഈ പണി എന്ന് വെച്ചാൽ ഇവിടുത്തെ പണി എനിക്ക് പറ്റില്ലെന്ന്. ഇവിടെ എന്താ കുഴപ്പമുണ്ടായേ? അത് ഒന്നുമില്ല, എനിക്ക് വേണ്ട, അത്ര തന്നെ. എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല. വൈകുന്നേരം ഞാൻ വന്നിട്ടേ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. നീ പോയിക്കളോ. എന്താ പിണങ്ങിപ്പോയതാ? അവനെ ഒരു സുഖമില്ലായ്മ. എന്റെ പെങ്ങളെ മോനാ, മിടുക്കനാ. പാട്ട് കേട്ടിട്ടുണ്ട്. അമ്പലത്തിൽ വെച്ചല്ലേ? ഞാൻ പറഞ്ഞോണ്ടാ അവൻ വന്നേ. ഇവളല്ലേ കൂടെ പാടിയേ? അല്ല, ഈ ബിസിനസ് ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് എന്തിനാ ആശാരി പണിക്ക് വന്നേ? ബിസിനസ്സോ? അച്ഛന് ബിസിനസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഓ, അതെ, ഇതും ഒരു ബിസിനസ് തന്നെയാണല്ലോ. അയാൾ ഇനി മുതൽ പണിക്ക് വരാണ്ടിരുന്നാ മതി. ആര്? യേശുദാസ്. അയാൾ വന്നു നിനക്കെന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? പിന്നെ എന്നെ ഇവിടെ കിടത്തി പൊറപ്പിക്കാ തമ്പുരാട്ടിമാര്. അയാളെപ്പറ്റി എന്തൊക്കെയാ ഞാൻ അവരോടൊക്കെ കാച്ചിക്കണമെന്നറിയോ? ഉളിയും കൊട്ടോടിയും കൊണ്ട് യേശുദാസ് വരണത് കണ്ട നല്ല സുഖായി. നീ എന്തിനാ കണ്ട നുണയൊക്കെ പറയാൻ പോയത്? അയാൾ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞുള്ളൂ. എന്റെ അമ്മേ, എന്നാ പോളൂ, അച്ഛന് ബിസിനസ്. അച്ഛൻ പാടും, അമ്മ പാടും. അയാളുടെ കുടുംബക്കാരൊക്കെ പാട്ടുകാരത്രേ. പിന്നെ വീട്ടിൽ കാറുണ്ട്. ഉണ്ടാവും കാറിന്റെ പാടം. ഇങ്ങനെ ഒരു പുളിയടിക്കാരൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്താടി? ഒന്നുമില്ല. നീ അയാളെ കാണുമ്പോ കളിയാക്കാനും നിക്കണ്ട കേട്ടോ. അതിനയാൾ പണിക്ക് വന്നാലല്ലേ. നാളുണ്ടെങ്കി വരില്ല. നടക്കാൻ വയ്യ, ആമവാദമെന്നാ വൈദ്യര് പറഞ്ഞേ. ഓ, എന്റെ അമ്മേ, കാലം കുറെ ആയല്ലോ ഈ പണി. അതെ അതെ. കുളിക്കാൻ പോവാ? അല്ല, ഊണഴിക്കാൻ പോവാ. മിടുക്കി മിടുക്കി. അതെ അതെ. എടി, യേശുദാസ് മുങ്ങി.
മുഴക്കോലെ അവിടെ നിക്കടാ. മുഴക്കോലെ രാഘവോ, ഇന്ന് രാവിലെ എടുത്ത പരിസരമാണല്ലോ. ചെത്തി ചെത്തി തീർന്നല്ലോടാ. ഇത്ര വലിയ പടമാണോ നീ വരക്കണേ? മോന ശരിയാവില്ല. അതിന്റെ വര ശരിയല്ലാത്തോണ്ടാ. ഒരു പെൻസിലിന് മുന ഉണ്ടാക്കാൻ പറ്റില്ല. നീയൊക്കെ എന്ത് ആശാരിയടാ. വെറുതെ അല്ല അലുമിനിയ കലത്തിന് ഏറുകൊണ്ട് പോലെ ചളിങ്ങിരിക്കണേ. ഡാ, കള്ളപ്പടി എടുത്ത് തിന്നാലുണ്ടല്ലോ ദഹിക്കൂല. തിന്നത് അങ്ങനെ തന്നെ അതേപടി പുറത്തേക്ക് പോവും. കുഞ്ഞുട്ടേട്ടൻ വലിയ വർത്താനൊന്നും പറയണ്ട. ചേട്ടൻ വല്ല നാവികസേനയിലും ചേരേണ്ട ആളാ. എന്തിന്? മുങ്ങാൻ. അതേടാ, ശരിയാ. ഞാൻ മുങ്ങനാശാരിയാ. എന്നിട്ടും നാട്ടുകാർക്ക് മുഴുവൻ ഈ മുങ്ങൻ മതിയല്ലോ. എന്താ, കുഞ്ഞുട്ടനാശാരി കൈവച്ചാൽ മരം മെഴുക. പണിതാ. അതിലൊരു കള്ളത്തരമില്ല കേട്ടോ. പിന്നെ മുങ്ങും. 10 സ്ഥലത്ത് ഒരുമിച്ച് പണിക്ക് വിളിക്കണേ. പറ്റില്ല എന്ന് പറഞ്ഞാൽ വിഷമായി. ചായ. അപ്പൊ ഞാൻ ചിലപ്പോ മുങ്ങും പൊങ്ങും. അല്ലാതെ പറ്റില്ലല്ലോ. എന്ന് വെച്ചിട്ട് കുഞ്ഞുട്ടനാശാരി മോശക്കാരനാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് പണി കഴിഞ്ഞിട്ടുള്ള നേരവും ഇല്ല. ഒന്ന് പോടാ ഉണക്കേ. ആശാരിക്ക് ചായ വേണ്ടേ? എനിക്കൊരു പേരുണ്ട്. ആശാരി എന്നല്ല, ശശികുമാർ. ശശികുമാർ ആശാരി, ചായ. എനിക്ക് വേണ്ട നിന്റെ ചായ. വേണ്ടെങ്കി വേണ്ട. മര്യാദ വേണ്ടേ? ആശാരി എന്താ പറയാ? എടാ, ഈ ആശാരി എന്നല്ലാണ്ട് പിന്നെ നമ്പൂരി എന്ന് വിളിക്കാൻ പറ്റും? പേര് വിളിക്കാലോ. അതിന്റെ കൂടെ ഒരു ആശാരി എന്ന് ചേർക്കണം എന്തിനാ? എടാ, ഈ ആശാരി എന്നുള്ള ചീത്തപ്പേരല്ല. ആശാരി വലിയ ആളാ, ഉണ്ടാക്കുന്നവനാ, വിശ്വകർമാവ്. ഇത് അവള് കളിയാക്കിയതമ്മാവാ. എടാ, നമുക്ക് തന്നെ ഇതൊരു ചീത്തപ്പേരും കളിയാക്കലുമായിട്ട് തോന്നിയാൽ മറ്റുള്ളവർക്ക് എങ്ങനെയാ തോന്നാണ്ടിരിക്കുക? മോനെ, അങ്ങനെ അടിക്കരുത്. കുട്ടോടി കൊണ്ട് ഉളി നോവരുത്, ഉളി കൊണ്ട് മരം നോവരുത്. എന്നാലേ മരം വഴങ്ങൂ. അപ്പോഴേ നല്ല പണിക്കാരനാകൂ. ഇതൊന്നും സാരമില്ലടാ, ശരിയാവും. നീ പണിതോ. മാ പിടി. ആ കണക്ക് നിനക്ക് മനസ്സിലായോടാ? കുട്ടാ, മോന് പണി പഠിക്കണോ വേണ്ടേ? ചേട്ടാ, ഇതെന്താ ചേട്ടാ? മുഴക്കോല്. ചാച്ചി, മുഴക്കോല്. ഇത് സംഭവമാവാ, കളിയാക്കണതാ. അതിനാരും ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ നിന്റെ തോന്നലാ. ഇനി ഞാൻ നല്ല കണ്ണു വെട്ടം തെറി വിളിക്കും. ഏത് തമ്പുരാട്ടേലും കൊള്ളാം. തമ്പുരാട്ടിയോ? അവള് തമ്പുരാട്ടിയൊന്നും അല്ല. അത് ഇവിടെ വേലക്ക് വെക്കണ പെണ്ണാ. അത് ശരി. വേഷവും ഭാവമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കോലയത്തെന്ന്. എന്നോടങ്ങനെ പറയുകയും ചെയ്തു. അവള് ഇവിടെ തന്നെയാ വളർന്നതേ. പത്നി, ചന്ദ്രനാരുടെ കത്ത. ഏത് നിമിഷം പ്രതീക്ഷിക്കാന്ന്. വരുന്നുള്ള കാത്തിരിപ്പ് വലിയ വിഷമാ. ഇവിടെ ആശാരിമാര് വന്നിട്ടുണ്ടെന്ന് പറയണ കേട്ടു. കുറച്ച് പണിയോടി ബാക്കിയുണ്ടായിരുന്നു. ചന്ദ്രേട്ടൻ വരുമ്പോഴേക്കും അത് കഴിച്ചു വെച്ചാ വീട് പണി തുടങ്ങാലോ. ആശാരിമാരാരേലും ഉണ്ടേല് ഒരു 10 മിനിറ്റിന് വിടുവോ കോലത്തേക്ക്? അടുക്കളപ്പുറത്തൊരു പട്ടിക ദ്രവിച്ചിട്ട് എപ്പോഴാ ഓട് തലയിൽ വീഴാന്ന് അറിയില്ല. ഒരാശാരി അന്വേഷിച്ചിട്ട് കിട്ടണ്ടേ? 10 മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ. അതിനെന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്കുകയും ചെയ്യാം. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടാം. ഇത്തിരി വൃത്തിയും വെടുപ്പുള്ള ഒരെണ്ണത്തിന് വേണം വിടാൻ. പിന്നെ വരുമ്പോ കൈയും കാലും കഴുകിയിട്ട് വേണം കോലത്തേക്ക് കേറാന്ന് പറയണം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല. എന്നാലും ശരി. അമ്മേ, അമ്മേ, ഒന്നിങ്ങോട്ട് വരൂ. ഒരു തമാശ കാട്ടി തരാം. എന്താടി? ഒന്നിങ്ങോട്ട് വരൂ. ഈ ആളെ അറിയോ അമ്മേ? അമ്മയ്ക്ക് മനസ്സിലായില്ലേ? യേശുദാസ്.
അച്ഛൻ സംഗീതജ്ഞൻ, അമ്മ സംഗീതജ്ഞ. ഇതാണ് സംഗീതം. പോണ്ടേ കേട്ടാ? എത്ര കാശാ തരേണ്ടത്? ഒന്നും വേണ്ട. നിൽക്കൂ, സൗജന്യൊന്നും എനിക്ക് വേണ്ട. ഈ ചെമ്പൈ സംഗീത കോളേജില് ആശാരിപ്പണി പഠിപ്പിക്കുന്നുണ്ടോ അമ്മേ? പരിഹസിക്കരുത്. കള്ളത്തരം മുഴുവൻ പറഞ്ഞു വല്ലേ കേമത്തരം ചമഞ്ഞു. എനിക്ക് അന്നേ അറിയാൻ നുണയാണെന്ന്. ചെമ്പൈ സംഗീത കോളേജിന്റെ പ്രിൻസിപ്പൽ ആരാന്നറിയോ? ഇവളുടെ അമ്മാമൻ, എന്റെ ഏട്ടൻ പ്രഭാകരവർമ്മ. എന്തുണ്ടായി തമ്പുരാട്ടി? കാര്യങ്ങളൊക്കെ ഇയാൾക്കറിയാം. അപമാനിച്ചു വിട്ടില്ലേ എന്റെ മോളെ? ഇവൾക്ക് പാടാനറിയില്ല അത്രേ. എന്നിട്ട് ആ വേലക്കാരി പെണ്ണ് പാടിയ പാട്ട് കേമം. ചേരേണ്ടതല്ലേ ചേരൂ. കണ്ട ആശാരിച്ചക്കന്റെ കൂടെ പാടാൻ വന്നില്ലല്ലോ, അതന്നെ ഭാഗ്യം. ഇപ്പൊ നിന്റെ മനപ്രയാസം തീർന്നില്ലേ? അമ്മ എന്നെ ഒന്ന് കാണട്ടെ. പൊട്ടരാണത്രേ, പൊട്ടര്. നിനക്കത്ര സഹിക്കാൻ പറ്റണ്ടെങ്കിൽ നീ തത്തമംഗലത്തിന് തിരിച്ചു നോക്കൂ. എന്തായാലും ആലോചിച്ചിട്ട് തീരുമാനിക്കുക. ആശാരിയുടെ കല പാട്ടും കൂട്ടുകൊണ്ടല്ല, അതിനേക്കാളൊക്കെ വലിയ കലയാ. നിനക്കിത് രണ്ടുണ്ടല്ലോ, പിന്നെന്താ നിനക്കത്ര മാനക്കേട്? ഇതുകൊണ്ടാ ഞാൻ നാട്ടിൽ പണിക്ക് പോകാത്തത്. പട മേടിച്ച് പന്തളത്ത് നിന്നപ്പോ പന്തം കൊളുത്തിപ്പട. പട പേടിച്ചാലല്ലടാ പന്തളത്തിന് പോണ്ട കാര്യമുള്ളൂ. പട പേടിച്ചില്ലെങ്കിലോ? എന്റെ അങ്ങനെയുണ്ടല്ലോ ഒരു കാര്യം.